ദൈവവചനം വായിക്കാനും ധ്യാനിക്കാനും ഹൃദിസ്ഥമാക്കാനും സഹായിക്കുന്ന വളരെ നല്ല ഒരു കാര്യമാണ് നൂറുമേനി. ഈ നൂറുമേനിയിലൂടെ അനേകായിരങ്ങൾ ബൈബിൾ വായിക്കുവാൻ, അതിലെ ദൈവത്തിൻ്റെ വചനം പരിചയപ്പെടുവാൻ, അത് ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ, ധ്യാന വിഷയമാക്കുവാൻ ഇടയായിട്ടുണ്ട്. ഈ വർഷം 2ാം പ്രാവശ്യം അത് അരങ്ങേറുകയാണ്. ദൈവവചനം നമ്മിലുള്ള ദൈവത്തിൻ്റെ ആയുധമാണ്. അത് ശക്തിയേറിയ, മൂർച്ചയേറിയ ഒരു ആത്മീയ ആയുധമാണ്. ഈ ആയുധം കൊണ്ട് തിന്മയുടെ ശക്തികളെ, കൂരമ്പുകളെ നേരിടാൻ, അതിജീവിക്കുവാൻ സാധിക്കും. പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കും. സാത്താൻ, തിന്മയുടെ ശക്തി നമ്മളെ നിരന്തരം തിന്മയിലേക്ക് വലിച്ചിഴയ്ക്കുന്ന പ്രലോഭനങ്ങൾ ഉയർത്തുന്നുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളിൽ അവയെ അതിജീവിക്കുവാനുള്ള ശക്തിയാണ് ദൈവത്തിൻ്റെ വചനം. ഈശോ തന്നെയും സാത്താൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിച്ചത് ദൈവവചനം ഉദ്ധരിച്ചുകൊണ്ടാണ്. അതിനാൽ ഈ നൂറുമേനി നമുക്ക് വലിയൊരു ആത്മീയ ആയുധത്തിൻ്റെ നിക്ഷേപം സ്വന്തമാക്കുവാൻ സഹായിക്കുന്ന നല്ല ഒരു കാര്യമായിട്ട് നമുക്ക് പറയുവാൻ സാധിക്കും. ആ രീതിയിൽ ധാരാളം പേർ ഈ അവസരം നന്നായി വിനിയോഗിക്കേണ്ടതാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നൂറുമേനി കേരളസഭാ നവീകരണ കാലഘട്ടത്തിൽ കേരളസഭയ്ക്ക്, ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് പരിശുദ്ധാത്മാവ് നൽകിയ വലിയൊരു സമ്മാനമാണ്. കേരളസഭാ നവീകരണത്തിൻ്റെ ഭാഗമായി ചങ്ങനാശ്ശേരി അതിരൂപതയിലെ 18 ഫൊറോനകളിൽ അഭിമന്യ മാർ ജോസഫ് പെരുന്തോട്ടം പിതാവിനോടും അഭിനമാർ തോമസ് തറയിൽ പിതാവിനോടൊപ്പം പോകാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. 18 ഫൊറോനകളിലും വൈദിക കോൺഫറൻസുകളിൽ അച്ഛന്മാർ ആവശ്യപ്പെട്ടത് വചന പഠനത്തിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. ഈ ഒരു ചർച്ച സജീവമായി വരുന്ന കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ട ഇടിമണ്ണിക്കൽ സണ്ണിച്ചൻ ഈ ഒരു ആശയമായിട്ട് വന്നത്. അഭിമന്യ പിതാക്കന്മാരുമായിട്ട് സംസാരിച്ചപ്പോൾ വളരെ താല്പര്യത്തോടു-കൂടി അതിനെ ഏറ്റെടുത്തു. പിതാക്കന്മാർ ഗൗരവത്തോടെ ഒരു സർക്കുലർ തന്നെ രൂപത മുഴുവൻ എഴുതുകയും അതെല്ലാ പള്ളികളിൽ വായിച്ചു. അങ്ങനെ ഇടവക സമൂഹം, ദൈവജനം ഈ വചന പഠനത്തെ വളരെ താല്പര്യത്തോടെ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് പിന്നെ കാണാനിടയായത്. ഇതിൻ്റെ ഒരുക്കമായിട്ട് അതിരൂപതയിലെ 250 ഇടവകളിലും കുടുംബ കൂട്ടായ്മ ടീം സന്ദർശിച്ചു. അവിടെയുള്ള കുടുംബ കൂട്ടായ്മ ലീഡേഴ്സുമായിട്ട് വചന പഠനത്തിൻ്റെ പ്രാധാന്യം പങ്കുവെച്ചു. നമ്മുടെ നൂറുമേനി ഇതുപോലൊരു പഠന പുസ്തകം തയ്യാറാക്കി വിതരണം ചെയ്തു. ഏതാണ്ട് 1ാം വർഷം 20,000-ഓളം പുസ്തകങ്ങൾ ആളുകൾ ഏറ്റുവാങ്ങി. വലിയൊരു ആവേശമാണ് വചന പഠനത്തിന് കണ്ടത്. ആളുകൾ താല്പര്യത്തോടെ അതിരൂപത കേന്ദ്രത്തിലേക്ക് വന്ന് പുസ്തകം ചോദിച്ചു വാങ്ങുന്ന വലിയൊരു ഉണർവ് കാണാനിടയായി. ഇപ്പോൾ വലിയ സന്തോഷകരമായ കാര്യം, പണ്ട് നമുക്ക് നമ്മുടെ ആളുകളെക്കുറിച്ച് പറഞ്ഞൊരാക്ഷേപം, ആളുകൾക്ക് വചനം അറിയില്ല. ഇപ്പോൾ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നമുക്ക് ധൈര്യത്തോടെ പറയാം, ഏത് ഇടവകയിൽ ചെന്നാലും വചനം, ഒരു 100 വചനം അറിയുന്ന ഒരു 10-20 പേര് എല്ലാ ഇടവകയിലും ഉണ്ട് എന്നുള്ളത് ഈ നൂറുമേനി വചന പഠനത്തിൻ്റെ വലിയൊരു നന്മയാണ്. 1ാം വർഷത്തിൽ ഏതാണ്ട് 20,000-ഓളം ആളുകൾ വചന പഠനത്തിൽ പങ്കുചേർന്നു. അത് കഴിഞ്ഞ് 2ാം വർഷം, ഇപ്പം നൂറുമേനിയുടെ 2ാം വർഷത്തിലാണ് നമ്മൾ. 2ാം വർഷം ആരംഭിച്ചത് കുറേ കൂടെ വിപുലമായിട്ടാണ്. അതിരൂപതയിലെ മുഴുവൻ കുടുംബ കൂട്ടായ്മ ലീഡേഴ്സിൻ്റെ സംഗമം വിളിച്ചു കൂട്ടുകയുണ്ടായി, ഹെസദ് എന്ന പേരിൽ. അവിടെ വെച്ചാണ്
ഈ സീസൺ 2 ഈ പുസ്തകം പ്രകാശനം ചെയ്തത്. അന്ന് തന്നെ ഏതാണ്ട് 20,000 പുസ്തകങ്ങൾ കൂട്ടായ്മ ലീഡേഴ്സ് വാങ്ങിക്കൊണ്ടുപോയി. ഈ വർഷം വലിയ ഉണർവോടെ 40,000-ഓളം ആളുകൾ ഇടവക തലങ്ങളിൽ പരീക്ഷ എഴുതി. ഈ വർഷം കൂടുതൽ പ്രാധാന്യം കൊടുത്തത് കുട്ടികൾക്കായിരുന്നു. കുട്ടികൾ വളരെ താല്പര്യത്തോടെ വചനം പഠിക്കാനായിട്ട് ഇടയായി. അതുപോലെ തന്നെ കൃത്യമായിട്ട് നന്ദിയോടെ ഓർക്കുന്നത് ബഹുമാനപ്പെട്ട വൈദികർ ഇതിന് കൊടുത്ത നേതൃത്വമാണ്. എല്ലാ ഇടവകയിലും വൈദികർ ഓരോ വീടുകളിൽ ഈ നൂറുമേനിയുടെ പുസ്തകം ഉണ്ടാകണം എന്ന താല്പര്യത്തോടു കൂടി എടുക്കുകയുണ്ടായി. ഈ വർഷം ഇതിൻ്റെ മത്സരത്തിൽ വന്ന ഗുണം ആളുകൾ വളരെ തീക്ഷ്ണതയോടെ വചനം പഠിച്ചു. വളരെ ക്ലേശകരമായി വന്നത് ഇതിൻ്റെ വാല്യുവേഷനാണ്. ഫൊറോനതല വാല്യുവേഷൻ അത് സെൻട്രലൈസ്ഡ് വാല്യുവേഷൻ ആയിരുന്നു. നമ്മുടെ അതിരൂപതയിൽ ഏതാണ്ട് 51ഓളം കോൺഗ്രിഗേഷനുകളുണ്ട്. അവരുടെ സഹായത്തോടെ അതുപോലെ തന്നെ നമ്മുടെ മതാധ്യാപകർ, കുടുംബ കൂട്ടായ്മ സെൻട്രൽ ടീം അംഗങ്ങൾ അവരെയാണ് ഇത് വാല്യൂ ചെയ്തത്. അവർ പങ്കുവെച്ചത് ഒരു പേപ്പർ നോക്കാൻ 2 മണിക്കൂർ വരെ എടുത്തു എന്നാണ്. ചില ഫാമിലിയുടെയൊക്കെ നോക്കാനായിട്ട് 3 മണിക്കൂർ 3.5 മണിക്കൂർ എടുത്തു. ആളുകൾ വചനം പഠിക്കാൻ കാണിച്ച തീക്ഷ്ണതയ്ക്ക് നന്ദി പറയുകയാണ്. 3 മണിക്കൂർ കൊണ്ട് 180 മിനിറ്റ് കൊണ്ട് 370 വചനം വരെ എഴുതിയ കുടുംബാംഗങ്ങളുണ്ട്, അൽമായരുണ്ട്, സിസ്റ്റേഴ്സുണ്ട്, നേഴ്സുമാരുണ്ട്, യുവജനങ്ങളുണ്ട് എന്നത് നമുക്ക് അഭിമാനകരമായ കാര്യമാണ്. പരീക്ഷ കഴിഞ്ഞ് പലരും വന്ന് പറഞ്ഞത് സമയം തികഞ്ഞില്ല, ഇതിൽ കൂടുതൽ വചനങ്ങൾ അവർ പഠിച്ചു. അത് തീർച്ചയായിട്ടും നമുക്കൊത്തിരി സന്തോഷകരമാണ്. നമ്മൾ ഈ വചന പഠനത്തിൻ്റെ 3-ാം വർഷം ആരംഭിക്കുമ്പോൾ വചനം ജീവിതത്തിൽ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയാണ്. ഈ വർഷത്തെ പ്രത്യേകത നമുക്കറിയാം. ഈശോയുടെ തിരുപ്പിറവിയുടെ 2025 ജൂബിലിക്ക് വേണ്ടി സഭ മുഴുവൻ ഒരുങ്ങിയാണ്. അപ്പോൾ ഈ ഒരു വർഷം ഈ ശാലോം TV-യുടെ ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിയും ഞങ്ങളുടെ വലിയ പ്രാർത്ഥന നിങ്ങളുടെ ഇടവകകളിൽ, നിങ്ങളുടെ ഫൊറോനയിൽ, നിങ്ങളുടെ രൂപതയിൽ, നിങ്ങളുടെ സംഘടനകളിൽ ഈ നൂറുമേനി വചന പഠനത്തെ ഏറ്റെടുക്കണമെന്നാണ്. ഈ ഒരു കാലഘട്ടത്തിന് ദൈവം തന്ന ഒരു വലിയ നവീകരണത്തിൻ്റെ മാർഗമാണ്. കൂടുതൽ വചനത്തിലേക്ക് തിരിയുക, വചനം വായിക്കുക, വചനം പഠിക്കുക, വചനം മനഃപ്പാഠമാക്കുക. അതിനെല്ലാ പിന്തുണയും ചങ്ങനാശ്ശേരി അതിരൂപത ബൈബിൾ അപ്പോസ്തലറ്റിൻ്റെ ഭാഗത്തുനിന്ന് നൽകാൻ കഴിയും. അതിനെല്ലാ വിജയങ്ങളും നേരുന്നു. എല്ലാവർക്കും ഈ ഒരു വചന പഠനം അനുഗ്രഹമാകട്ടെ. കൂടുതൽ വചനം വായിക്കാനും പഠിക്കാനും ഈ നൂറുമേനി ഒരു പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ പേരൻസ്, എൻ്റെ അച്ഛനും അമ്മച്ചിയും ഈ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൽ വളരെ ആക്റ്റീവായിരുന്നു. ഓരോ ഫൈനൽ എക്സാമിനേഷൻ കഴിയുന്ന സമയങ്ങളിലും മക്കളെ എല്ലാവരെയും ധ്യാനത്തിന് വിടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ ഫർണങ്ങാനത്ത് അസീസിയിലെ കരിസ്മാറ്റിക് ധ്യാനത്തിൽ ഒരാഴ്ചത്തെ കിടന്നുള്ള ധ്യാനത്തിന് പോകാറുണ്ടായിരുന്നു. ധ്യാനം കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ, മോനെ നീ എന്താണ് നിൻ്റെ ലൈഫിൽ തീരുമാനിച്ചിരിക്കുന്നത്? ഞങ്ങളുടെ തീരുമാനങ്ങൾ ഞങ്ങളുടെ പേരൻസിനോടും ഞങ്ങളുടെ ബ്രദേഴ്സിനോടും എല്ലാം ഇരിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും എൻ്റെ ലൈഫിൽ ആ തീരുമാനങ്ങളിൽ കുറച്ച് നാളെങ്കിലും ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ പേരൻസിൽ നിന്ന് കിട്ടിയ ഒരു ഇൻസ്പിറേഷനാണെന്ന് തോന്നുന്നു. ഇങ്ങനെ മറ്റുള്ളവരെയും ഇങ്ങനെ യേശുവിനെക്കുറിച്ച് അറിയാനും ധ്യാനത്തിന് കൊണ്ടുപോകാനും, അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ആണെങ്കിലും ഇങ്ങനെയുള്ള ധ്യാനത്തിന് കൊണ്ടുപോകാനും മറ്റുള്ള രോഗികളെ കാണാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൻ്റെയൊക്കെ ഒത്തിരി താല്പര്യമായിരുന്നു. അവർക്കും അത് ഇൻട്രസ്റ്റഡ് ആവുന്നുണ്ട്. ഞാൻ നിമിത്തം ഒരാളുടെ അങ്ങനെ വരുന്നത് കാണുന്നത് എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്കൊരു കാര്യം തോന്നി. ഞാൻ എല്ലാ ദിവസവും തന്നെ നടക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ ഡാനിയൽ അച്ഛൻ്റെയും ഡൊമിനിക് അച്ഛൻ്റെയൊക്കെ ടോക്ക് കേട്ടുകൊണ്ട് നടക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. രാവിലെ നടക്കുമ്പോൾ എനിക്ക് നടക്കാൻ പോകുന്നതിൻ്റെക്കാട്ടും ഇൻട്രസ്റ്റ് ഈ ടോക്ക് കേൾക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ വചനം കേൾക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാകാറുണ്ടായിരുന്നു. വചനം കാണാപ്പാഠം പഠിക്കാനും അത് ഓർത്തിരിക്കാനും ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നോക്കിയിട്ട് അത്ര എളുപ്പമല്ലെന്ന് എനിക്ക് തോന്നാറുണ്ടായിരുന്നു. പക്ഷേ മറ്റുള്ളവരെയും വചനം പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹം അങ്ങനെ എപ്പോഴും മനസ്സിൽ തോന്നാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം കണ്ടത് കൊച്ചു കുട്ടികളെ ഈ വചനം പഠിപ്പിച്ചാലോ. അപ്പോൾ അവർക്കാകുമ്പോൾ എനിക്ക് വചനം പഠിക്കാൻ വേണ്ടി ബുദ്ധിമുട്ട് വരുന്നു. അപ്പോൾ കൊച്ചു കുട്ടികൾക്കാകുമ്പം
വചനം പെട്ടെന്ന് ഓർത്തിരിക്കുമല്ലോ, നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും മറക്കില്ലല്ലോ എന്ന ചിന്ത. നമ്മൾ ചെറുപ്പത്തിൽ ഒരു അശ്ലീലമാണ് നമ്മുടെ മനസ്സിൽ പഠിക്കുന്നെങ്കിൽ അതും പ്രായമാകുമ്പോഴും നമ്മൾ ഓർത്തിരിക്കും. അതിന് പകരം നമ്മൾ നല്ലൊരു കാര്യമാണ് പഠിക്കുന്നെങ്കിൽ അത് മനസ്സിൽ നമ്മുടെ ഹാർഡ് ഡിസ്കിൽ അത് സേവ് ചെയ്ത് കിടക്കും, അതൊരിക്കലും അത് മറക്കില്ല. അപ്പോൾ ഞാൻ ഓർത്തു, നമ്മുടെ ഇടവകപ്പള്ളിയിൽ വിശ്വാസോത്സവത്തിന് ഒരു പുസ്തകം അടിച്ചു കൊടുത്തു. അവർക്ക് കുറച്ച് വചനങ്ങൾ നിറച്ച ഒരു പുസ്തകം. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള 3 പള്ളികളിലും അത് കൊടുത്തു. അച്ഛനോട് ഇടവക വികാരി അച്ഛന്മാരോട് പറഞ്ഞു. അവർ സന്തോഷത്തോടെ സ്വീകരിച്ചു. അവർക്ക് കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു പ്രോത്സാഹനമായിട്ട് സമ്മാനം കൊടുത്തു. സൺഡേ സ്കൂൾ കുട്ടികൾക്ക് ഈ ഒരു പദ്ധതി ഇഷ്ടപ്പെട്ടു എന്ന് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. ഇതെങ്ങനെ നമ്മുടെ കൂട്ടുകാർക്ക് മുതിർന്നവർക്കും ഇതെങ്ങനെ നമുക്ക് ഈ ഒരു കാര്യം നടത്താമെന്ന എൻ്റെ ചിന്ത എൻ്റെ മനസ്സിൽ പലപ്പോഴായിട്ടും ഉണ്ടായിരുന്നു. ഞാൻ ഈ ആശയം നമ്മുടെ രൂപതയിലെ ഡിപ്പാർട്ട്മെൻറ്റിലെ പല അച്ഛന്മാരോടും പറഞ്ഞു ഈ കാര്യങ്ങൾ. അവർക്കും അത് സന്തോഷമായിരുന്നു. പക്ഷേ പല കാരണം കൊണ്ടും അത് നടന്നില്ല. ഞാൻ ഈ ഒരു കാര്യം എൻ്റെ 1-2 ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്തു. അപ്പോൾ ഇനി ഞാനത് ഈ കാര്യം ഡ്രോപ്പ് ചെയ്യുകയാണ്. കാരണം ഇത് പല പ്രാവശ്യം നോക്കിയിട്ട് നടക്കുന്നില്ല. അപ്പം നമ്മുടെ സുഹൃത്തിനോട് പറഞ്ഞു, ഇത് പിശാചിൻ്റെ പ്രവർത്തനമാണ്, ഇതൊരു നല്ലൊരു ആശയമാണ്, വീണ്ടും വീണ്ടും നമുക്കിതിനു വേണ്ടി പരിശ്രമിക്കണം. ഇത് നടന്നു കഴിഞ്ഞാൽ വളരെ ഒത്തിരി ആൾക്കാർക്കും അതൊരു നല്ല ഒരു ഇതായിട്ട് വരാൻ ചാൻസ് ഉണ്ട് എന്നൊരു കാര്യം മനസ്സിലാക്കി. ഞാനപ്പോൾ ബൈ ചാൻസിലേക്കാണ് ഒരു ബഹുമാനപ്പെട്ട മാന്തുരുത്തച്ഛനെ, ബൈബിൾ അപ്പോസ്തലൻ്റെ ഡയറക്ടർ അച്ഛനെ പരിചയപ്പെടാൻ അവസരമായി. അച്ഛനോട് ഈ കാര്യം പറഞ്ഞു. അച്ഛനത് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ ഞങ്ങൾ ഉടനെ തന്നെ തറയിൽ പിതാവിനെ പോയി കാണുന്നു. പിതാവിനും ഒത്തിരി സന്തോഷമായി. നമുക്ക് ഈ പരിപാടി അത്യാവശ്യമായിട്ട് നമ്മുടെ രൂപതയിൽ മൊത്തം നടത്തണം, ഇടവകയിൽ എല്ലാ പള്ളികളിലും ഇത് നടത്തണം. ഞങ്ങൾ ഉടനെ തന്നെ ഒരു 5 പേരുടെ ഒരു കമ്മിറ്റി, ഉടനെ തന്നെ നമ്മുടെ കൂട്ടുകാരുടെ 5 പേരുടെ ഒരു കമ്മിറ്റി ഫോം ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഒരു 100 മേനി പുസ്തകം, 500 വചനം ഉൾക്കൊണ്ടുള്ള ഒരു 100 മേനി പുസ്തകം അടിച്ചിറക്കി എല്ലാ ഇടവകയിലും കൊടുത്തു. എല്ലാവരും വളരെ ആവേശത്തോടെ ആദ്യത്തെ ഫേസ് 1 വളരെ ആവേശത്തോടെ നടന്നു. ഏകദേശം 20,000-ഓളം പേര് ഈ 100 മേനി മനപ്പാഠ പദ്ധതിയിൽ പങ്കെടുത്തു. 2,000-ഓളം ആൾക്കാർ 100 വചനത്തിൽ കൂടുതൽ പഠിച്ച് 100 മേനി പ്രൈസ് വിൻ ചെയ്യാനുള്ള അവസരമുണ്ടായി. നമ്മുടെ ചുറ്റുപാടുമുള്ളവരെല്ലാവരും, നമ്മളെല്ലാവരും തന്നെ പല രീതിയിലും ആകുലരാണ്. പല രോഗങ്ങളാലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാലും ജോലിയില്ലാതെയും പല രീതിയിലും ആകുലതകൾ നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ആകുലതകളെല്ലാം നമുക്ക് മാനുഷികമായിട്ട് പരിഹരിക്കാൻ സാധിക്കില്ല. പക്ഷേ നമ്മൾ കർത്താവിനെ കൊടുത്തു കഴിഞ്ഞാൽ, ദൈവത്തെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ആകുലതയ്ക്കെല്ലാം പരിഹാരമായി. നമുക്ക് മാനുഷികമായിട്ട് തീർക്കാൻ പറ്റാത്ത എല്ലാ ക്വസ്റ്റ്യനും ഉത്തരമായി. തമ്പുരാൻ വന്നു കഴിയുമ്പോൾ തീർക്കാത്ത പ്രശ്നമില്ല. തമ്പുരാൻ, നമ്മളാണ് ചുമ്മാതെ വന്നു പോകുന്നത്, മനുഷ്യരാണ് ചുമ്മാതെ വന്നു പോകുന്നത്. തമ്പുരാൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായി. അതുകൊണ്ട് നമ്മൾ ഈ വചനത്തിൽ കൂടി, തമ്പുരാൻ വചനത്തിൽ കൂടിയാണ് നമ്മളിലേക്ക് വരുന്നത്. 100 മേനി കൂടി വചനം പഠിച്ച് നമ്മുടെ സഹോദരങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് സന്തോഷത്തിൽ ജീവിക്കുവാൻ വേണ്ടി 100 മേനി കാരണമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വചനം ഹൃദയത്തിലും ജീവിതത്തിലും. ചങ്ങനാശ്ശേരി അതിരൂപത ബൈബിൾ അപ്പസ്തോലേറ്റും ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സ്വന്തം മാക് ടിവിയും ചേർന്നൊരുക്കുന്ന 100 മേനി സീസൺ 2 ഗ്രാൻഡ് ഫിനാലെ വേദിയിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. വചനാധിഷ്ഠിതമായ ജീവിതമാണ് ഓരോ വ്യക്തിയുടെയും ജീവിത വിജയത്തിന് പിന്നിലെ രഹസ്യമെന്ന് നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാം. ഈ ഒരു ലക്ഷ്യത്തോടെയാണ് അഭിമന്യ പിതാക്കന്മാരുടെയും അനുഗ്രഹാശിസ്സുകളോടെ ചങ്ങനാശ്ശേരി അതിരൂപതയും ബൈബിൾ അപ്പസ്തോലേറ്റ് മാക് ടിവിയും ചേർന്ന് ശ്രീ സണ്ണിച്ചൻ ഇടിമണ്ണിക്കലിന്റെ ആത്മായ നേതൃത്വത്തോടും ചേർന്ന് 100 മേനി തുടക്കം കുറിച്ചത്. 100 മേനി സീസൺ 1 വളരെയധികം വിജയകരമായിരുന്നു എന്ന് ഏവർക്കും അറിയാവുന്നതാണ്.
ആ വിജയത്തിൻ്റെ പിന്നാലെ തന്നെയാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് നൂറുമേനി സീസൺ 2 ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ. 5 ജില്ലകളിലും 18 ഫൊറോനകളിലുമായി വ്യാപിച്ചു കിടക്കുന്ന ചങ്ങനാശ്ശേരി അതിരൂപതയിലെ 5 റീജിയനുകളിൽ നിന്ന് 40,000 പേർ പങ്കെടുത്ത വിവിധ ഘട്ടങ്ങളിലൂടെ അവർ മത്സരത്തിൽ മാറ്റുരച്ച് ഇപ്പോൾ എത്തി നിൽക്കുന്നത് 5 കുടുംബങ്ങളിലാണ്. ഏറെ സ്നേഹത്തോടെ നൂറുമേനി സീസൺ 2 ഗ്രാൻഡ് ഫിനാലയിലേക്ക്, ഈ ഒരു വേദിയിലേക്ക് ഓരോ ടീം അംഗത്തെയും നമുക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യാം. ആദ്യമായി ഈ വേദിയിൽ മാറ്റുരയ്ക്കുവാനായി എത്തുന്നത് ടീം എ. കോട്ടയം റീജിയണിൽ നിന്നും നൂറുമേനിയുടെ ഗ്രാൻഡ് ഫിനാലയിൽ എത്തുന്നത് കുടമാളൂർ സെയിന്റ് മേരീസ് ഇടവകാംഗങ്ങളായ ഏലിയാമ്മ ജോൺ, മകൻ ഡോക്ടർ സിജു, കൊച്ചുമകൾ ഏഞ്ചൽ മേരി എന്നിവർ. വചനം തലമുറകളോളം കൈമാറ്റം ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മ. ചെറുപ്പം മുതൽ ഇഷ്ടപ്പെട്ടു തുടങ്ങിയ വചനത്തെ തൻ്റെ മുന്നിലെത്തുന്ന രോഗികൾക്കും പകർന്നു നൽകുന്ന മകനായ ഡോക്ടർ. തൻ്റെ ഇളയവരായ 3 സഹോദരങ്ങൾക്കും കൂട്ടുകാർക്കും വചനം പങ്കുവെച്ചു നൽകുന്ന കൊച്ചുമകളും. നൂറുമേനി സീസൺ 2 ഗ്രാൻഡ് ഫിനാലെ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ ഈ ഒരു കുടുംബത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. അടുത്തതായി ഈ വേദിയിൽ എത്തുന്നു ടീം ബി. ചിരിച്ചും ചിന്തിപ്പിച്ചും രസകരമായ രീതിയിൽ വചനം പഠിച്ച് വചനത്തെ ജീവിതത്തിൽ പകർത്തിയ കുടുംബം. കുട്ടനാട് റീജിയണിൽ നിന്നും നൂറുമേനിയിൽ മാറ്റുരയ്ക്കാനെത്തുന്ന ആലപ്പുഴ മാർച്ച് ലീവ ഫൊറോന ഇടവകയിലെ കണ്ടത്തിൽ മോൻസി റോസമ്മ ദമ്പതികളും മകൻ ആന്റണിയും. ജോലി സംബന്ധമായി വ്യത്യസ്ത സ്ഥലങ്ങളിൽ ജീവിക്കുമ്പോഴും അത്യാവശ്യം കുശലാന്വേഷണങ്ങൾ പോലും മറന്ന് പരസ്പരം വചനം പഠിപ്പിക്കാൻ പ്രോത്സാഹിപ്പിച്ച് മക്കൾക്ക് മാതൃകയാകുന്ന അപ്പനും മകനും, യുവാക്കൾക്ക് മാതൃകയായി ആവേശമായി മാറിക്കൊണ്ടിരിക്കുന്ന ആന്റണി. തീർച്ചയായും ഈ ഒരു കുടുംബത്തെ ഏറെ സ്നേഹത്തോടെ നമുക്ക് നൂറുമേനി സീസൺ 2 ഗ്രാൻഡ് ഫിനാലെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അടുത്തതായി ഈ വേദിയിലേക്ക് എത്തുന്നു ടീം സി. നെടുങ്കുന്നം റീജിയണിൽ നിന്നും നൂറുമേനിയുടെ ഗ്രാൻഡ് ഫിനാലയിൽ എത്തുന്നത് കുറുമ്പനാടം സെയിന്റ് ആന്റണീസ് ഫൊറോന ആറുപറ കുടുംബത്തിലെ മതാധ്യാപകർ കൂടിയായ ജോബ് മറിയാമ്മ ദമ്പതികൾ. അക്ഷരാർത്ഥത്തിൽ ഊണിലും ഉറക്കത്തിലും വചനത്തെ സ്നേഹിക്കുന്നവർ. സ്വന്തം മക്കൾക്കും കൊച്ചുമക്കൾക്കും എന്ന പോലെ താൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്കും വ്യത്യസ്തങ്ങളായ രീതിയിലൂടെ വചനം കൈമാറാൻ ശ്രമിക്കുന്നവർ. ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിലെ അധ്യാപികയായിരുന്ന മറിയമ്മ ടീച്ചറും ബാങ്കിലെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം സെമിനാരി അധ്യാപകനായി മാറിയ ജോബ് സാറും. ചങ്ങനാശ്ശേരി ബൈബിൾ അപ്പസ്തലേറ്റും മാക് ടിവിയും ചേർന്നൊരുക്കുന്ന നൂറുമേനി സീസൺ 2 ഗ്രാൻഡ് ഫിനാലെ വേദിയിലേക്ക് ഈ കുടുംബത്തെ ഏറെ ഹൃദ്യമായി നമുക്ക് സ്വാഗതം ചെയ്യാം. നൂറുമേനി സീസൺ 2 ഗ്രാൻഡ് ഫിനാലെ വേദിയിലേക്ക് ഇനി അടുത്തതായി എത്തുന്നു ടീം ഡി. ചങ്ങനാശ്ശേരി റീജിയണിൽ നിന്നും നൂറുമേനിയുടെ ആദ്യ സീസണിലും മത്സരിച്ച് 2ാം സ്ഥാനത്തിന് അർഹരായ ചങ്ങനാശ്ശേരി പാറയിൽ ഇടവകക്കാരായ കുംഭവേലിൽ ടി ജോൺ, നിർമ്മല ജോൺ ദമ്പതികൾക്കൊപ്പം മകൾ ക്രിസ് ജോൺ. വചനത്തിന്റെ ശക്തിയാൽ ക്യാൻസറിനെ പോലും അതിജീവിച്ച് വചനത്തിന്റെ വേദിയിൽ മാറ്റുരയ്ക്കുവാൻ കൊതിച്ച ഭാര്യയ്ക്ക് പിന്തുണയുമായി എത്തി മികച്ച പ്രകടനം കാഴ്ചവെച്ച റിട്ടയർഡ് എഞ്ചിനീയറും മാതാപിതാക്കൾക്കൊപ്പം നൂറുമേനിയെ സ്നേഹിച്ച് വചനം പഠിച്ച മകൾ ക്രിസും. ഏറെ സ്നേഹത്തോടെ ഈ ഒരു കുടുംബത്തെ നൂറുമേനിയുടെ സീസൺ 2 ഗ്രാൻഡ് ഫിനാലെ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇനി ഈ ഒരു വേദിയിൽ മാറ്റുരയ്ക്കാനായി എത്തുന്നത് ടീം എ. നൂറുമേനിയുടെ ആദ്യ സീസണിൽ അവസാനം വരെയും ഇഞ്ചോടിഞ്ച് പോരാടിയ കേണലും കുടുംബവും. തിരുവനന്തപുരം റീജിയണിലെ പോങ്ങമൂട് ഇടവകയിലെ കുരിശുമൂട് കുടുംബാംഗങ്ങളായ കേണൽ കെ തോമസ്, ലിസി ദമ്പതികൾ. പ്രായത്തെ പോലും അതിജീവിച്ച് വചനം പഠിച്ചും കൊച്ചുമക്കളെ പഠിപ്പിച്ചും വചനത്തെ സ്നേഹിക്കുന്ന കുടുംബം. കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ നിന്ന് എത്തുന്ന ഈ കുടുംബത്തെ നൂറുമേനി സീസൺ 2 ഗ്രാൻഡ് ഫിനാലെ വേദിയിലേക്ക് ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നൂറുമേനി സീസൺ 2 ഗ്രാൻഡ് ഫിനാലയിൽ മാറ്റുരയ്ക്കാൻ വേണ്ടി ടീം അംഗങ്ങൾ എല്ലാവരും തന്നെ വേദിയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ ഈ ഒരു നൂറുമേനി സീസൺ 2 ഗ്രാൻഡ് ഫിനാലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗത്തെ, ക്വിസ് മാസ്റ്ററെയാണ് നമ്മൾ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഡോക്ടർ റൂബൽ രാജ്. മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്നും
ഹ്യൂമാനിറ്റീസിൽ ഡോക്ടറേറ്റ്, ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം, പബ്ലിക് റിലേഷൻസിൽ ഡിപ്ലോമ എന്നിവ കരസ്ഥമാക്കിയ വിദ്യാഭ്യാസ വിശേഷണം. തൻ്റെ 40 വർഷത്തോളം നീണ്ട അധ്യാപന കാലയളവിൽ കോഴഞ്ചേരി സെയിൻറ് തോമസ്, ചങ്ങനാശ്ശേരി SB, മരിയൻ കോളേജ് കുട്ടിക്കാനം, ഗുഡ്ഷപ്പേട്ട്, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ സേവനം അനുഷ്ഠിച്ചു. നൂറുമേനിയുടെ ആദ്യ സീസണിലും ക്യൂസ് മാസ്റ്റർ ആയിരുന്ന ഡോക്ടർ റൂബിൾ രാജ് പ്രശസ്തമായ 4 ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന മോട്ടിവേഷണൽ സ്പീക്കറും ട്രെയിനറും കൂടിയായ അദ്ദേഹം ഷാലോം ഉൾപ്പെടെ നിരവധി ചാനലുകളിൽ ക്വിസ് മാസ്റ്ററായി വർത്തിക്കുകയാണ്. ഏറെ സ്നേഹത്തോടെ നിറഞ്ഞൊരു കൈയടിയോടുകൂടി നമുക്ക് ഈ ഒരു വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യാം ഡോക്ടർ റൂബിൾ രാജ്. നൂറുമേനി സീസൺ 2 ഗ്രാൻഡ് ഫിനാലെ ഏവരും അക്ഷമയോടെ കാത്തിരിക്കുന്ന നിമിഷമാണ് സർ. ഈ ഒരു സമയം എല്ലാവരുടെയും മുഖത്ത് ചെറിയൊരു ടെൻഷൻ, പക്ഷേ അതിലുപരിയായിട്ട് ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള നിമിഷങ്ങളിൽ എത്തിച്ചേർന്ന ആ ഒരു പ്രതീതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരിക്കൽ കൂടി ഏവരെയും ഈ ഒരു സീസൺ 2 ഗ്രാൻഡ് ഫിനാലെ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. Praise the Lord and hearty welcome to Nurumeni Season 2, organized jointly by the Bible Apostolate and MAC TV of Changanasheri Archdiocese. ഈ വലിയ മത്സരത്തിൻ്റെ ഉമ്മറപ്പടിയിൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വരുന്നത് സുഭാഷിതം 16-ാം അധ്യായം 20-ാം വാക്യമാണ്. ചോദ്യമാണെന്ന് ധരിക്കേണ്ട, ചോദ്യമല്ല, ധരിക്കേണ്ട കാര്യമില്ല. ദൈവവചനം ആദരിക്കുന്നവൻ ഉത്കർഷം നേടും. But I think it is more beautiful in English. The one who listens to the word will find happiness. സ്വർഗത്തിലെ ദൈവം വാഗ്ദാനം ചെയ്ത ഈ സന്തോഷം നിങ്ങൾക്കേവർക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, അതിലുപരി പ്രാർത്ഥിക്കുന്നു. മത്സരത്തിൻ്റെ നിയമങ്ങളും നിബന്ധനകളും ശ്രദ്ധിക്കാം. ഈ മത്സരത്തിൽ ആകെ 7 റൗണ്ടുകളാണ് ഉണ്ടായിരിക്കുക. 5 ഡയറക്റ്റ് റൗണ്ട്, 1 സഡൻ ഡെത്ത് റൗണ്ട് ആൻഡ് ദെൻ 1 റാപ്പിഡ് ഫയർ റൗണ്ട്. അങ്ങനെ ആകെ 7 റൗണ്ടുകൾ. എല്ലാ ടീമിനും ഒരു ഓപ്പണിംഗ് റൗണ്ട് ലഭിക്കത്തക്ക രീതിയിലാണ് റൗണ്ടുകളുടെ ക്രമീകരണം. അതായത് 1-ാം റൗണ്ടിലെ ചോദ്യം ടീം എയിൽ നിന്നാണ് ആരംഭിക്കുക, 2-ാം റൗണ്ടിലെ 1-ാമത് ചോദ്യം ടീം ബിയിൽ നിന്നാണ് ആരംഭിക്കുക, 3-ാം റൗണ്ടിലെ ചോദ്യം ടീം സിയിൽ നിന്നാണ് ആരംഭിക്കുക. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും ഒരു ഓപ്പണിംഗ് റൗണ്ട് ലഭിക്കും എന്നാണ് അതിൻ്റെ സൂചന. 70% ചോദ്യങ്ങളും പഠനഗ്രന്ഥമായ നൂറുമേനിയും വചനം ഹൃദയത്തിലും ജീവിതത്തിലും സീസൺ 2 എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ്. 30% ചോദ്യങ്ങൾ നിങ്ങൾക്കറിയാവുന്നത് പോലെ 4 സുവിശേഷങ്ങൾ ആധാരമാക്കിയും ആയിരിക്കും. ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം പറയാൻ സാധാരണ നിങ്ങൾക്ക് 10 സെക്കൻഡ് ലഭിക്കും. ഡയറക്റ്റ് ചോദ്യത്തിൻ്റെ ശരിയുത്തരത്തിന് 10 പോയിന്റും, ക്യാരി ഓവർ ചെയ്തു വരുന്ന ചോദ്യത്തിൻ്റെ ശരിയുത്തരത്തിന് 5 പോയിന്റുമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ചില റൗണ്ടുകളിൽ സമയത്തിനും പോയിന്റിനും വ്യത്യാസമുണ്ടായിരിക്കും. ആ സമയത്ത് ഞാനത് നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. ഒരു ടീമിൽ 2 പേര് 3 പേര് അടങ്ങുന്ന ടീമാണ് നമുക്കിവിടെ ഉള്ളത്. എങ്കിലും ഉത്തരം പറയേണ്ടത് ഒരാൾ മാത്രമാണ്. അക്കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ടീമിലെ ഒരംഗം ശരി ഉത്തരം പറയുകയും മറ്റൊരംഗം തെറ്റുത്തരം പറയുകയും ചെയ്താൽ എന്നോട് പിണങ്ങരുത്, മാർക്ക് ലഭിക്കുന്നതല്ല എന്ന് ആദ്യമേ തന്നെ പറയട്ടെ. ഉത്തരം പൂർണ്ണമായും ശരിയാണെങ്കിൽ മാത്രമേ, ഞാൻ ആവർത്തിക്കുന്നു, ഉത്തരം പൂർണ്ണമായും ശരിയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുഴുവൻ പോയിന്റും ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ
ഭാഗികമായി മാത്രമായിരിക്കും പോയിന്റ് ലഭിക്കുന്നത്. ഓരോ റൗണ്ടിൻ്റെയും അവസാനം ഇവിടെ പോയിന്റ് അനൗൺസ് ചെയ്യും. നിങ്ങൾക്ക് ലഭിച്ച പോയിന്റ്സ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടത് നിങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ്. And let me remind you, no claims regarding points will be entertained later. Please bear with me. പിന്നീട് പോയിന്റ് അനുവദിച്ചു തരുന്നതല്ല. നിങ്ങൾക്ക് സന്തോഷമുള്ള ഒരു കാര്യം കൂടി പറയാം. There won't be any negative points. പൂർണ്ണമായും നെഗറ്റീവ് പോയിന്റ്സ് ഉണ്ടായിരിക്കില്ല, എങ്കിലും ഭാഗികമായി. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾക്ക് ലഭിച്ച പോയിന്റ് ഒന്നും ഒരു റൗണ്ടിൽ നഷ്ടമാകില്ല. So you can be happy about it. And let me bring to your mind the golden rule of the quiz. That is nothing but the quiz master's decision will be final. I wish you the very best and here we go. Ready? ടെൻഷന് യാതൊരു ആവശ്യവുമില്ല. നിങ്ങളെല്ലാവരും നന്നായി പഠിച്ചവരാണ്. സത്യത്തിൽ എനിക്കാണ് ടെൻഷൻ ഉണ്ടാകേണ്ടത്. എവിടെ നിന്ന് ചോദിക്കുമെന്നുള്ള ടെൻഷൻ ക്വിസ് മാസ്റ്ററായി എനിക്കാണ് ഉണ്ടാകേണ്ടത്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നത് കൊണ്ട് യാതൊരു ടെൻഷൻ ഇവിടെ പ്രസക്തിയില്ല. We move on to the first round, Bethlehem round. ഒന്നാം റൗണ്ടിലെ ഒന്നാമത് ചോദ്യം. ഏറെ പ്രതീക്ഷയോടെയാണ് ടീം എയോട് ഈ ചോദ്യം ഞാൻ ചോദിക്കുന്നത്. മത്തായി സുവിശേഷകന്റെ പേരിൽ അറിയപ്പെടുന്ന ടീം എ, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. ഈ റൗണ്ടിൽ പഠിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു വാക്യത്തിൻ്റെ മധ്യഭാഗമോ അവസാന ഭാഗമോ ഞാൻ പറയും. ഒന്നുകിൽ മധ്യഭാഗം പറയും, അല്ലെങ്കിൽ അവസാന ഭാഗം ഞാൻ പറയും. നിങ്ങളത് തെറ്റുകൂടാതെ പൂർത്തീകരിക്കണം. തെറ്റിൻ്റെ തോതനുസരിച്ച്, അങ്ങനെ വരാതിരിക്കട്ടെ, തോതനുസരിച്ച് മാർക്കിൽ വ്യത്യാസമുണ്ടാകും എന്നുള്ളത് ഞാൻ പറഞ്ഞിരിക്കണം. So we move on to the first question. Ready? Saint Matthew, ready? Okay. ഡോക്ടർ, ഒരു ടെൻഷനും ആവശ്യമില്ല. ഓക്കെ. ഒന്നാമത് ചോദ്യം. എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിക്കുന്നവനെ പറ്റി ഞാനിവിടെ നിർത്തുകയാണ്. മുൻപിലുള്ളതും പൂർത്തിയാക്കുന്നതുമായ വാക്യങ്ങൾ ഏത്? എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിക്കുന്നവനെ പറ്റി, അതിൻ്റെ മുൻപിലുള്ളതും പൂർത്തിയാക്കുന്നതുമായ വാക്യം ഏത്? It's your time. എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിക്കുന്നതിനെ പറ്റി അതിന്റെ മുൻപിലുള്ള വാക്യം പറയണം, അതിന് ശേഷമുള്ള വാക്യവും പറയണം. മധ്യത്തിലുള്ള വാക്യമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. I'm sorry. Question comes to team B, Saint Mark. മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്നായ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും. I'm sorry. Team C, Saint Luke. Team C, they are not getting it. Team D, Saint John. പാപം നിറഞ്ഞതും അവിശ്വസ്തതുമായ ഈ തലമുറയിൽ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിക്കുന്നതിനെ പറ്റി മനുഷ്യപുത്രനും തൻ്റെ ദൂതന്മാരോടൊത്തു വരുമ്പോൾ ലജ്ജിക്കും. It needs a small correction. പറഞ്ഞത് ഏതാണ്ടെല്ലാം ശരിയാണ്, പക്ഷേ പൂർണ്ണമായും ശരിയല്ല. പാപം നിറഞ്ഞതും അവിശ്വസ്തവുമായി ഈ തലമുറയിൽ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിക്കുന്നവനെ പറ്റി മനുഷ്യപുത്രനും തൻ്റെ ദൂതന്മാരോടൊത്ത് പിതാവിൻ്റെ മഹത്വത്തിൽ വരുമ്പോൾ ആ ഭാഗം മാത്രം തെറ്റിപ്പോകുന്നു. ടീം ഇ അപ്പോസ്റ്റൽസ് ആ ഭാഗം മാത്രം, അവർക്ക് തെറ്റിയ ഭാഗം മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതിയാവും. ബാക്കിയെല്ലാം ആദ്യം മുതൽ പറഞ്ഞോ. എന്നെക്കുറിച്ചും എൻ്റെ വചനങ്ങളെക്കുറിച്ചും ലജ്ജിക്കുന്നവനെ പറ്റി മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരോട് വരുമ്പോൾ ലജ്ജിക്കും. അപ്പോഴാണത് കറക്റ്റ് ആകുന്നത്. കൃത്യമായ വാക്യം ഇതാണ്: പാപം നിറഞ്ഞതും അവിശ്വസ്തവുമായ ഈ തലമുറയിൽ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിക്കുന്നവനെ പറ്റി മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ പരിശുദ്ധ ദൂതന്മാരുടെ കൂടെ വരുമ്പോൾ ലജ്ജിക്കും.
അതാണ് അതിൻ്റെ ശരി ഉത്തരം. ടീം ഡി, I will give you 7 points, and team E, I will give you 3 points. Okay? ഈ റൗണ്ടിലെ രണ്ടാമത് ചോദ്യം. Question comes to team B, Saint Mark. Ready? Okay. അല്ലെങ്കിൽ ഒരുവനോട് ഭക്തി കാണിക്കുകയും മറ്റവനെ നിന്ദിക്കുകയും ചെയ്യും. മുൻപിലും പിൻപിലുമുള്ള വാക്യങ്ങൾ ഏത്? അല്ലെങ്കിൽ ഒരുവനോട് ഭക്തി കാണിക്കുകയും മറ്റവനെ നിന്ദിക്കുകയും ചെയ്യും. മുൻപിലും പിൻപിലുമുള്ള വാക്യങ്ങൾ ഏത്? ഒരു ഭൃത്യന് 2 യജമാനന്മാരെ സേവിക്കാൻ സാധിക്കുകയില്ല. ഒന്നുകിൽ അവൻ ഒരുവനെ ദ്വേഷിക്കുകയും മറ്റവനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ അവൻ ഒരുവനോട് ഭക്തി കാണിക്കുകയും മറ്റവനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും ധനത്തെയും ഒന്നിച്ച് സേവിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. Beautifully said. That's the correct answer. They got it right. They got it right. Beautifully said. Team B, you get 10 points for that. Full 10 points. Okay? മൂന്നാമത്തെ ചോദ്യം ടീം സി നിങ്ങളോടാണ്. റെഡി? ഓക്കെ. ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. അവസാന വാക്യമാണിത്. പൂർണ്ണവാക്യം പറയുക. നിങ്ങൾക്ക് പഠിക്കുവാൻ തന്നിരിക്കുന്ന ഒരു വാക്യമാണിത്. അതിൻ്റെ അവസാന വാക്യമാണ് ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. അവസാന വാക്യമാണ്. പൂർണ്ണവാക്യം പറയുക. എൻ്റെ സമാധാനം നിങ്ങൾ പഠിച്ച വാക്യം കൊടുത്തിരിക്കുന്ന പാഠപുസ്തകത്തിലെ വാക്യം അതുപോലെ പറയണം. ബൈബിൾ വാക്യമാണ്. നമുക്ക് തിരുത്താൻ അവകാശമില്ല, അധികാരമില്ല. ഞാനിത് ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. അത്രയും ഭാഗം ശരിയാണ്. ആദ്യ ഭാഗം ശരിയല്ല. ഓക്കെ, സോറി. ആദ്യ ഭാഗം മാത്രം, അവർക്ക് തെറ്റിപ്പോയ ആദ്യ ഭാഗം മാത്രം ടീം ഡി പറയുക. ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ആ വാക്യത്തിന്റെ ആദ്യ ഭാഗം. അവസാന ഭാഗം അവർ പറഞ്ഞു. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. That is the answer. That is the answer. So team C, ഈ വാക്യത്തിൽ 2 സെന്റൻസുകൾ മാത്രമാണ്, 2 വാക്യങ്ങൾ മാത്രമുള്ളതാണ്. ടീം സി, I will give you 5 points, and team D, I will give you 5 points. Okay? ഈ റൗണ്ടിലെ നാലാമത് ചോദ്യം ടീം ഡിയോടാണ്. റെഡി? അതിനുശേഷം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. മുമ്പിലും പിമ്പിലുമുള്ള വാക്യങ്ങൾ ഏത്? അതിനുശേഷം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. മുമ്പിലും പിമ്പിലുമുള്ള വാക്യങ്ങൾ ഏത്? Yes, it's your time. എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടും. അതിനുശേഷം അന്ത്യം ആഗതമാകും. I'm sorry. I'm sorry. Team E. അതിനുശേഷം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. മുൻപിലും പിൻപിലുമുള്ള വാക്യം ഏത്? അതിനുശേഷം ദൈവരാജ്യത്തിൻ്റെ പ്രസംഗിക്കപ്പെടും. I'm sorry, they are not getting that. Team A. നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെയായിരുന്നു. അതിനുശേഷം ദൈവരാജ്യം പ്രസംഗിക്കപ്പെടുന്നു. ദൈവരാജ്യത്തിന്റെ ഞാൻ പറഞ്ഞതാണ്, ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എല്ലാവരും ബലം പ്രയോഗിച്ച് അതിൽ പ്രവേശിക്കും. Beautifully said. That is the correct answer. They said it right. Team A, you get 5 points. Team A 5 points. ഈ റൗണ്ടിലെ അവസാന ചോദ്യം ടീം ഇയോടാണ്. അപ്പോസ്റ്റൽസ് റെഡി? ഓക്കെ. അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. ഒരു പഠനവാക്യത്തിലെ അവസാന ഭാഗമാണിത്. വാക്യം മുഴുവനും പറയുക. അവർക്ക് പ്രതിഫലം ലഭിച്ച് കഴിഞ്ഞു. നമ്മൾ പല ആവർത്തി വായിച്ചിട്ടുള്ള വാക്യമാണ്, കേട്ടിട്ടുള്ള വാക്യമാണ്. മനുഷ്യരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ വേണ്ടി കപടനാട്യക്കാർ ചെയ്യുന്നത് പോലെ സിനഗോഗുകളിലും തെരുവീതികളിലും. നമുക്ക് അങ്ങനെ പറയരുത്, കൃത്യമായ വാക്യം പറയണം. ഞാനൊരു വാക്യം ഉദ്ധരിച്ചു, അതിൻ്റെ മുൻപിലെ വാക്യം നിങ്ങൾ പറയണം. അതിൻ്റെ അവസാന വാക്യമാണ് വാക്യം മുഴുവൻ. ഈ വാക്യം കൊണ്ടാണ് ആ വാക്യം പൂർത്തിയാകുന്നത്.
അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ കപടനാട്യക്കാർ I'm sorry. Team A, your turn. മറ്റുള്ളവരിൽ നിന്നും പ്രശംസ ലഭിക്കാൻ വേണ്ടി കപടനാടിക്കാർ ചെയ്യുന്നത് പോലെ നിങ്ങൾ സിനഗോഗുകളും തെരുവീതികളുടെ കോണിൽ I'm നിന്ന് sorry. Team B. നീ ഭിക്ഷ കൊടുക്കുമ്പോൾ No, I'm sorry. Team C. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്. അവർ മറ്റുള്ളവരെ അവർ സിനഗോഗുകളിലും തെരുവീഥികളുടെ കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവർ സിനഗോഗുകളിലും തെരുവീഥികളുടെ കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. Sir, I'm sorry. Team D. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആവരുത്. അവർ സിനഗോഗിലും തെരുവീഥികളിലും നിന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗിലും തെരുവീഥികളിൽ നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് I'm sorry. ആ ഭാഗമല്ല. ഉത്തരം ഞാൻ പറയാം. നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത്. അവിടെ തന്നെ തെറ്റി. ഭാവിക്കരുത്. തങ്ങൾ ഉപവസിക്കുന്നുവെന്ന് അന്യരെ കാണിക്കാൻ വേണ്ടി അവർ മുഖം വികൃതമാക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. വെരി സോറി, ആർക്കും അത് ശരിയാക്കാൻ സാധിക്കുന്നില്ല. ക്വിസ് മാസ്റ്റർ ഗെറ്റ്സ് 5 points. And that is the end of the first round. We will listen for the scores. ചങ്ങനാശ്ശേരി ബൈബിൾ അപ്പസ്തോലേറ്റും മാക് ടിവിയും ചേർന്നൊരുക്കുന്ന നൂറുമേനി സീസൺ 2 ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ ഫസ്റ്റ് റൗണ്ട് ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. അതിവിജയകരമായിട്ട് ആദ്യത്തെ റൗണ്ട് കംപ്ലീറ്റ് ആയിരിക്കുന്നു. നമ്മുടെ ടീം അംഗങ്ങൾ ഈ ഒരു റൗണ്ടിൽ നേടിയിട്ടുള്ള മാർക്കുകൾ എത്രയാണ് എന്നറിയാനുള്ള നിമിഷമാണ്. ടീം എ സെയിൻറ്റ് മാത്യു നേടിയിരിക്കുന്നത് 5 points ആണ്. ടീം ബി സെയിൻറ്റ് മാർക്ക് നേടിയിരിക്കുന്നു 10 points. ടീം സി സെയിൻറ്റ് ലൂക്ക് ഈ റൗണ്ടിൽ നേടിയിരിക്കുന്നത് 5 points ആണ്. ടീം ഡി സെയിൻറ്റ് ജോൺ ഈ റൗണ്ടിൽ നേടിയിരിക്കുന്നു 12 points. ടീം അപ്പസ്റ്റോൽ ഈ റൗണ്ടിൽ നേടിയിരിക്കുന്നു 3 points. ഇവിടെ നമുക്ക് ഈ ഒരു റൗണ്ടിൽ ടീം സെയിൻറ്റ് മാർക്കും സെയിൻറ്റ് ജോണും 10 points വീതമാണ് നേടിയിട്ടുള്ളത്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ നമ്മളിനി അടുത്ത റൗണ്ടിലേക്കാണ് പോകുന്നത്. Okay, we move on to the next round, Galilee round. ഒരു സന്തോഷമുള്ളത്, ആദ്യത്തെ റൗണ്ടിൽ എല്ലാവർക്കും അല്പമെങ്കിലും പോയിന്റ് കരസ്ഥമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. നിങ്ങൾക്കത് നിരാശയായേനെ, എനിക്കതിലും നിരാശയായേനെ. അതുകൊണ്ട് എല്ലാവർക്കും ഏതാണ്ട് നീതി നടപ്പിലായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. എല്ലാവർക്കും അത്യാവശ്യം പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ബിൽഡ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. റെഡി? ടീം ബിയോടാണ് ചോദ്യം. സെയിൻറ്റ് മാർക്ക് പഠനഭാഗത്തെ ആധാരമാക്കിയ ചോദ്യങ്ങളാണ് ഈ റൗണ്ടിൽ നിങ്ങൾക്ക് ലഭിക്കുക. പക്ഷെ ഇവിടെ ഒരു കാര്യം, നിങ്ങൾ മനഃപാഠമാക്കിയ വാക്യങ്ങൾക്കുള്ളിൽ നിന്നാണ് ഉത്തരം കണ്ടെത്തേണ്ടത്. ഞാൻ പുറത്തുനിന്നൊന്നും കൊണ്ടുവരുന്നില്ല, വേറൊരു ഭാഗത്തെയും ആശ്രയിക്കുന്നില്ല. നിങ്ങൾ പഠിച്ച ഭാഗത്തിനുള്ളിൽ നിന്ന് നിങ്ങൾ ഉത്തരം കണ്ടെത്തണം. റെഡി? ഓക്കെ. ഒന്നാമത്തെ ചോദ്യം, അവസാന ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുമെന്നാണ് ശ്ലീഹന്മാരുടെ നടപടി 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ വിശുദ്ധ ലൂക്ക പ്രവചിക്കുന്നത്? അവസാന ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുമെന്നാണ് ശ്ലീഹന്മാരുടെ നടപടി 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ വിശുദ്ധ ലൂക്ക പ്രവചിക്കുന്നത്? നിങ്ങളുടെ പുത്രന്മാരും കൃത്യമായ ഉത്തരം പറയണം. നിങ്ങൾ അവിടുന്ന് ഇവിടുന്നും ചേർത്ത് പറയുകയല്ല. നിങ്ങൾക്ക് പഠിക്കാൻ തന്ന വാക്യമാണ്. ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഉത്തരം പറയണം. വാക്യമാണ് ഉത്തരം.
അവസാന ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുമെന്നാണ് സ്ലീഹന്മാർ ദൈവം അരുൾ ചെയ്യുന്നു, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനമുണ്ടാകും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നം കാണുകയും ചെയ്യും. ഓക്കെ, ഞാൻ അവസാന ഭാഗം എല്ലാം സമ്മതിക്കാം, ആദ്യ ഭാഗം പറഞ്ഞില്ല. ജോയൽ പ്രവാചകൻ ഇല്ല, ഐ എം സോറി, ഇവർ പറയാതെ വിട്ടുപോയ കാര്യം മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതിയാവും, ബാക്കിയെല്ലാം അവരുടെ ശരിയാണ്. അവസാന നാളുകളിൽ ഞാൻ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ വർഷിക്കും. That is the answer. That makes it complete. അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാവും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ഓക്കെ, ടീം ബി ഐ വിൽ ഗിവ് യു 7 points ആൻഡ് ടീം സി ഐ വിൽ ഗിവ് യു 3 points. ഈ റൗണ്ടിലെ രണ്ടാമത് ചോദ്യം ടീം സിയോടാണ്. സെയിന്റ് ലൂക്ക്. കർത്താവ് 72 പേരെ തിരഞ്ഞെടുത്ത് അവരെ തനിക്ക് മുമ്പായി അയക്കുന്ന സംഭവം ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം. എന്നാൽ ഇനിയാണ് ചോദ്യം വരുന്നത്. എന്നാൽ സന്തോഷത്തോടെ മടങ്ങി വന്ന 72 പേരോടും ഒരു കാര്യത്തിൽ സന്തോഷിക്കേണ്ട, ഇനി മറ്റൊരു കാര്യത്തിൽ സന്തോഷിക്കുവിൻ എന്നാണ് കർത്താവ് പറയുന്നത്. എന്താണവ? ചോദ്യം മനസ്സിലായോ? ഒരു കാര്യത്തിൽ സന്തോഷിക്കേണ്ട, എന്നാൽ മറ്റൊരു കാര്യത്തിൽ സന്തോഷിക്കാം. എന്താണവ? പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, എന്നാൽ നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ച് സന്തോഷിക്കുക. That is the answer. They got it right. Beautifully said. Team C 10 points. Team C 10 points. ഈ റൗണ്ടിലെ അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. സെയിന്റ് ജോൺ. റെഡി? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും, ശ്രദ്ധിച്ച് കേൾക്കണം, പഴയ നിയമകാലത്ത് നടന്ന ഒരു പ്രവൃത്തിയുമായി അതിനുള്ള താരതമ്യവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ആവർത്തിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നതിൻ്റെ ആവശ്യകതയും പഴയ നിയമകാലത്ത് നടന്ന ഒരു പ്രവൃത്തിയുമായി അതിനുള്ള താരതമ്യവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. താരതമ്യം എന്ത്? ആവശ്യകത എന്ത്? ടീം ഡി നിങ്ങൾ ആലോചിക്കുക. ചാടിക്കയറി പറയണമെന്നില്ല, നിങ്ങൾ ആലോചിക്കുക. സെയിന്റ് ജോൺ ആദ്യം താരതമ്യം പറയുക, അതിനുശേഷം ആവശ്യകത പറയുക. യെസ്. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ യെസ്, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കും. Beautifully said. Well said. That's the correct answer. They get 10 points for that. Team D, Saint John, 10 points. Okay? അടുത്ത ചോദ്യം, 4-ാമത് ചോദ്യം ടീം ഇയോടാണ്. അപ്പോസ്റ്റൽസ്. വിധവയുടെ കാണിക്കയായ വില കുറഞ്ഞ ചെമ്പ് നാണയങ്ങളുടെ ശ്രേഷ്ഠത മർക്കോസ് സുവിശേഷകൻ തൻ്റെ 12-ാം അധ്യായത്തിൽ വിവരിക്കുന്നത് എങ്ങനെ? സർ, ചോദ്യം മനസ്സിലായോ? ഞാൻ ഒരിക്കൽ കൂടി പറയാം. വിധവയുടെ കാണിക്കയായ വില കുറഞ്ഞ ചെമ്പ് നാണയങ്ങളുടെ ശ്രേഷ്ഠത, മഹനീയത മർക്കോസ് സുവിശേഷകൻ തൻ്റെ 12-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത് എപ്രകാരമാണ്? അവരെല്ലാവരും അവരുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. അവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുള്ളതെല്ലാം തൻ്റെ ഉപജീവനത്തിലുള്ളത് മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. Yes, beautifully said. That's the correct answer. They got right. Team E, they get 10 points. 10 points. ഈ റൗണ്ടിലെ അവസാന ചോദ്യം ടീം എയോടാണ്. സെയിന്റ് മാത്യു. റെഡി? ഈശോയെ തൻ്റെ വലത് ഭാഗത്തേക്ക് ദൈവം ഉയർത്തിയതിൻ്റെ കാരണം സ്ലീഹന്മാരുടെ നടപടി 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ദൈവം ഈശോയ്ക്ക് നൽകിയ സ്ഥാനങ്ങൾ ഏവ ഉയർത്തിയതിൻ്റെ കാരണം എന്ത്? ഞാൻ ചോദ്യം ആവർത്തിക്കാം. ഈശോയെ തൻ്റെ വലതു ഭാഗത്തേക്ക് ദൈവം ഉയർത്തിയതിൻ്റെ കാരണം സ്ലീഹന്മാരുടെ നടപടി 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ദൈവം ഈശോയ്ക്ക് നൽകിയ സ്ഥാനങ്ങൾ ഏവ ഉയർത്തിയതിൻ്റെ കാരണം എന്ത്? ആദ്യം സ്ഥാനം പറയുക, പിന്നീട് കാരണം പറയുക. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന ഈശോയെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. 5. സോറി, രണ്ടാമത്തെ ഉത്തരം ഉയർത്തതിൻ്റെ കാരണം.
ദൈവത്തിന്റെ വലത്തുഭാഗത്തേക്ക് ഐ ഉയർത്തപ്പെടും. എം സോറി, ടീം ബി, സെയിന്റ് മാർക്ക്. സ്ഥാനം, അതിനുശേഷം കാരണം. പാസ്. ടീം സി. ഇസ്രായേലിന് പാപമോചനവും അനുതാപവും നൽകാൻ ദൈവം അത് കാരണമാണ്. അതെ. സ്ഥാനം ആദ്യം. അവിടുത്തെ നാഥനും രക്ഷകനുമായി. Yes, they got it right. They got it right. നാഥനും രക്ഷകനും ഇസ്രായേലിന് അനുതാപവും പാപമോചനവും നൽകുവാൻ. You said it right and you get 5 points. Team C 5 points. 5 points. And then at the end of this round, we will listen to Alfonso for the scores. സെക്കൻഡ് റൗണ്ടിൽ നമ്മുടെ ടീം അംഗങ്ങൾ നേടിയിട്ടുള്ള ഒരു പോയിന്റ് നില എന്താണ്, എങ്ങനെയാണെന്ന് അറിയാനുള്ള സമയം കൂടിയാണ്. ടീം എ സെയിന്റ് മാത്യു നേടിയിരിക്കുന്നത് 5 points ആണ്. ടീം ബി നേടിയിരിക്കുന്നത് 17 points ആണ്. ടീം സി സെയിന്റ് ലൂക്ക് നേടിയിരിക്കുന്നത് 23 points ആണ്. സെക്കൻഡ് റൗണ്ടിൽ ടീം ഡി സെയിന്റ് ജോൺ നേടിയിരിക്കുന്നത് 22 points ആണ്. ഒപ്പം ടീം ഇ അപ്പോസ്റ്റൽസ് നേടിയിരിക്കുന്നത് 13 marks ആണ്. ഈ പദ്ധതിയിലെ ഒരംഗമായി ഇതിൻ്റെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുവാൻ ദൈവം എനിക്ക് തന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. വചനം ജീവദായകമാണെന്ന് നമുക്കറിയാം, അത് ശക്തിദായകമാണെന്ന് നമുക്കറിയാം. വചനത്തിൻ്റെ ശക്തി ഓരോ വ്യക്തിയിലും പ്രവർത്തിക്കുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അനുദിനം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. എൻ്റെ ജീവിതത്തിലും ഈ വചനത്തിൻ്റെ ശക്തി ഒത്തിരിയേറെ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. കിഡ്നി രണ്ടും തകർന്ന് ജീവിതം വഴിപൊട്ടി നിന്ന സന്ദർഭത്തിൽ മരുന്നോ ലേപനോ ഔഷധവുമല്ല, കർത്താവിൻ്റെ വചനമാണ് സുഖപ്പെടുത്തുന്ന വചനത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചപ്പോൾ ഇന്ന് തീക്ഷ്ണതയോടെ ദൈവവചനത്തിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് എനിക്ക് കഴിയുന്നു എന്നത് ഏറെ സന്തോഷത്തോടെ ഞാൻ ഓർക്കുകയാണ്. ഞാൻ ഈ 100 മേനി എഴുതാൻ തുടങ്ങിയ പിന്നെ എൻ്റെ ജീവിതത്തിന് വളരെയേറെ സന്തോഷവും സമാധാനവും ഉണ്ട്. ഞാൻ 100 മേനി എഴുതാൻ ആരംഭിച്ചപ്പോൾ എൻ്റെ കൈക്കൊക്കെ ഭയങ്കര വേദനയൊക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ ഹാളിൽ ചെന്ന് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് പഠിച്ച വചനങ്ങളെല്ലാം പെട്ടെന്ന് എഴുതാൻ സാധിച്ചു. അങ്ങനെ ഞാൻ 230 വചനം എഴുതി.